കിഫ്ബിയിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ഈ കിഫ്ബി എന്നത് തറവാട് സ്വത്തല്ല എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും അതിന് പല കാര്യങ്ങൾ കൂടി പറയുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. കിഫ്ബിയിലൂടെ വഴിയില്ലാത്തിടത്ത് വഴിവെട്ടുകയാണ് സർക്കാർ ചെയ്തത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. വിമർശനം യാഥാസ്ഥിതിക കാഴ്ചപ്പാടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരുമാനത്തിന്റെ ചെറിയൊരു പങ്ക് വർഷം തോറും കിഫ്ബിക്ക് സർക്കാർ വിഹിതമായി നൽകിക്കൊണ്ടും കിഫ്ബി തനതായി വിഭവസമാഹരണം നടത്തിക്കൊണ്ടും പശ്ചാത്തല സൗകര്യ വികസനം ഉടനടി സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ കൈവരിച്ചത്. കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചതിലൂടെ പ്ലാൻ ഫണ്ടിന് പുറമേയുള്ള അധിക വിഭവസമാഹരണവും അതിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനത്ത് നടന്നത്. ഈ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് 87,521 കോടി 36 ലക്ഷം രൂപയുടെ 1147 പദ്ധതികളുടെ വിജയകരമായ നിർവഹണത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇതൊക്കെ അറിയപ്പെടുന്ന വസ്തുക്കളാണല്ലോ. രാഷ്ട്രീയ പ്രേരിതമായി പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതകളുമായി ബന്ധമുണ്ടാകണമെന്നില്ലേ? ആ ബന്ധമില്ലായ്മയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളുടെ ദൗർബല്യത്തിന് അടിസ്ഥാനം. ഇനി അഥവാ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആക്ഷേപം ഉന്നയിച്ചത് എന്നാണെങ്കിൽ അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രമേ പറയാൻ പറ്റൂ.